റോക്കിംഗ് സ്ക്വാഡ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ 78ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നേരുന്നു. പിന്നെ വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പിന്നെയും വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് കാണാൻ പോയത് ജിത്തു ജോസഫിന്റെ നുണക്കുഴികളാണ്. ഇത് ബേസിൽ ജോസഫിന്റെ സിനിമയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബേസിൽ ജോസഫ് ഇപ്പൊ കുറെ നാളുകൊണ്ട് അങ്ങനെ ഹിറ്റുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ജിത്തു ജോസഫിന്റെ കൂടെയും കൂടെ ഇതൊക്കെ എപ്പോൾ ഷൂട്ടിംഗ് നടന്നു പോലും അറിഞ്ഞൂടെ. ഇത് ട്രെയിലർ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന് ഇറങ്ങാൻ പോകണമെന്ന് അറിഞ്ഞത്. അപ്പം ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു ഡ്രാമ ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഇങ്ങനത്തെ ഒരു കാറ്റഗറി കിട്ടപ്പെട്ട ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്യാനും അതിനകത്തുള്ള ആക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രം വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി കുറെ പേര് ഓടുന്നു, അതിന്റെ അപ്പുറത്ത് വേറൊരു പ്രശ്നവുമായിട്ട് ചുറ്റിപ്പറ്റി കുറെ പേര് ഓടുന്നു, അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരിടത്ത് വന്ന് ടൈപ്പ് ആവുന്നു. ആ രീതിക്കുള്ള ഒരു കഥയാണ് ഈ സിനിമ. ഈ ഒരു സിനിമയിൽ ബേസിൽ ജോസഫ് എന്നാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. ബേസിൽ ജോസഫ് നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും നല്ല രീതിയിൽ വെറുപ്പിച്ചെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ബേസിൽ കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്ന സിദ്ദീഖാണ്. സിദ്ദീഖ് അടിപൊളിയായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പല സ്ഥലം പുള്ളി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പോകും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ചില ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ബൈജു ഇതിനകത്ത് പോലീസായിട്ട് വരുന്നുണ്ട്. പുള്ളി ഒരു പുച്ഛ രീതിയിലൊരു സംസാരമുണ്ട്, മനസ്സിലായ? ആ ഒരു സംഭവം ഇതിനകത്ത് കാണാനുണ്ട്. അത് കിടിലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മനോജ് കെ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല രസമാണ് കേട്ടോ. പുള്ളി അതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രേസ് ആന്റണി, അജു വർഗീസ്, സൈജു കുറുപ്പൊക്കെ ഒരു 2 മിനിറ്റുള്ള സീനിൽ പോലും നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അൽത്താഫ് വരുന്നുണ്ട്. അൽത്താഫ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് ഇപ്പോഴത്തെ കാലത്തുള്ള കുറെ പിന്നെ നീല വിമല് ചില സീനിലൊക്കെ കണ്ടപ്പോൾ മറ്റേ ഗുരുവായൂർ അമ്പലം നടയില്ല അഴകിയ ലൈലയുടെ ചെറിയ മാനേഴ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ BGM നല്ല രസമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് BGM നല്ല രസമായിട്ട് ആ ഓരോ സീനിനും ഇണങ്ങിയ രീതിയിൽ പോകുന്നുണ്ട്. പടം ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കോമഡി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ചില സൈഡുകളിൽ വന്നിട്ട് ഒന്ന് ഡൗൺ ആവുന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കിഡിലായിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഫുൾ ആയിട്ട് ചിരിക്കാം. പിന്നെ ഈ ബ്രില്യന്റ് തലയുള്ള കുറെ ആൾക്കാരുണ്ട്. ഒരു ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് മറ്റേ സിനിമയൊക്കെ ഇങ്ങനെ ആഴ്ന്നിറങ്ങിയൊക്കെ ചിന്തിക്കുന്ന കുറെ ടീമുണ്ട്. അവന്മാർക്ക് പറ്റിയ സിനിമയൊന്നും അല്ലടേ. അവന്മാര് ദൈവം ഈ പണം കാണാൻ പോകരുത്. അല്ലെങ്കിൽ പിന്നെ OTT വന്നിട്ട് കുറ്റം പറയുക. നിങ്ങൾ ഇത് മനസ്സിലായി തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാം മറന്ന് ഇന്നത്തെ ഒരു അവധി ദിവസം ചിരിക്കാനും ഒന്ന് സന്തോഷിക്കാനും ഒന്ന് ഫാമിലി ഓഡിയൻസിനെയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ എടുക്കാനും പറ്റിയ ഒരു കിടിലം പടമാണ്. ബേസിൽ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ബേസിൽ ഭയങ്കര നിഷ്കുവായിട്ടൊക്കെ ചില സീനിലൊക്കെ അഭിനയിക്കുകയും ചില സീനിലൊക്കെ ഭയങ്കരമായിട്ട് ഫണ്ണി ആയിട്ടൊക്കെ അഭിനയിച്ച് കരയുകയൊക്കെ ചെയ്യണത് കാണുമ്പോൾ നമ്മളൊക്കെ ചിരിക്കും. നമ്മളെല്ലാം മറന്ന് ചിരിക്കാൻ പറ്റിയ ഒരു കിടിലം പടം. ഫാമിലി ഓഡിയൻസിനെ എല്ലാവരെയും വലിയ രീതിയിലൊക്കെ ഇഷ്ടപ്പെടുത്താൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു സ്പോയിലർ കാര്യം പറയാൻ പോയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോകാം. ഈ സിനിമയ്ക്ക് ഒരു 2ാം പാർട്ട് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സിനിമ ഒരു 2 മണിക്കൂറിൽ നിർത്തിയ ഒരു പടമാണ്. അപ്പം 2 മണിക്കൂറിൽ നമുക്ക് എത്രത്തോളം എൻജോയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റാൻ 2 മണിക്കൂറിന്റെ ആവശ്യമുള്ളൂ. കാരണം ഈ പടം ഇനി വലിച്ചു നീട്ടിയാൽ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു സംഭവം മനസ്സിലായി. ഒരു നല്ല ഡയറക്ടറിനക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിനിമ. അതാണ് ജിത്തു ജോസഫിന്റെ നുണക്കുട്ടികൾ എന്ന് മനസ്സിലായി. പുള്ളി അല്ലായിരുന്ന വേറെ ആരെങ്കിലും ആണെങ്കിൽ ആക്ടറൊക്കെ എത്ര പെർഫോമൻസ് ചെയ്താലും ഡയറക്ടർ മോശമാണെങ്കിൽ കയ്യിൽ നിന്ന് സിനിമ പോയി. അതേപോലെയാണ് ഈ പടം നല്ല രീതിയിൽ പുള്ളി ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നൈറ്റ് സീനുകൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് മറ്റേ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് ഒരിടത്ത് പോലും നമ്മൾ ഇരുട്ടത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ഫീൽ കിട്ടാതെ മീൻസ് ഇരുട്ടാണ് അതിന്റെ ഒരു ഫീല് ഒരു അരോചകം ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യം ആ പ്രൊഡക്ഷന്റെ ആ ഒരു സംഭവം അടിപൊളിയാണ്. നല്ല നൈസ് ആയിട്ടുള്ള കട്ടിംഗ് ആണ്, എഡിറ്റിംഗ് ആണ്, കാര്യങ്ങളാണ്. തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് എന്തായാലും നൈസ് ആയിട്ട് പോയിരുന്ന് കാണാറേ, അത് ഉറപ്പാ.